നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സത്യപ്രതിജ്ഞ ചെയ്ത് 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻറ്റ് കർശനമായ ഉത്തരവുകളാണ് നടപ്പിലാക്കിയത്. ഇതനുസരിച്ച് എല്ലാ അതിർത്തികളിലും അഭയം തേടി എത്തുന്നവരെ തടയുന്നത് ശക്തമാക്കി. ഉടനടി ജർമ്മനിയിലേക്ക് കടക്കുന്നത് നിർത്തി. മെർക്കലിന്റെ കാലത്തെ വാക്കാലുള്ള നിർദ്ദേശങ്ങൾ മന്ത്രി പിൻവലിച്ചു. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. പുതിയ സർക്കാരിന്റെ ആദ്യ 24 മണിക്കൂറിനുള്ളിലെ ആദ്യ തീരുമാനമാണ് ഇത്. ബുധനാഴ്ച മുതൽ എല്ലാ കുടിയേറ്റക്കാരും ജർമ്മൻ കര അതിർത്തികളിലൂടെ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയും. അവർ അഭയം തേടിയാലും എന്ന് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻറ്റ് പറഞ്ഞു. അത് മാത്രമല്ല, ഇത് ഉത്തരവാക്കുകയും ചെയ്തു. അതിർത്തി നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയതായും നിയമവിരുദ്ധ എൻട്രികൾ നിരസിക്കുന്നത് വർദ്ധിപ്പിക്കാനും ഡോബ്രിൻറ്റ് ഫെഡറൽ പോലീസിന് നിർദ്ദേശം നൽകി. നിലവിലുള്ള 11,000 ഓഫീസർമാർക്ക് സഹായത്തിനായി 2,000 മുതൽ 3,000 വരെ ഓഫീസർമാരെ കൂടി ഉൾപ്പെടുത്തി നിയന്ത്രണം ശക്തിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഏകദേശം 4,000 കിലോമീറ്റർ നീളമുള്ള ബാഹ്യ അതിർത്തിയിലെ സ്ഥലങ്ങളിൽ വിന്യസിക്കാൻ ഇവരെല്ലാരും തന്നെ തയ്യാറാക്കി നിൽക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ മുൻ ആഭ്യന്തരമന്ത്രി തോമസ് ഡി മൈസീറിൽ നിന്ന് 2015 ഫെഡറൽ പോലീസിന് നൽകിയ നിർദ്ദേശം ഡോബ്രിൻറ്റ് റദ്ദാക്കി. 2015 ചാൻസലർ അംഗല മെർക്കലിന്റെ കീഴിൽ അഭയാർത്ഥി പ്രതിസന്ധിയുടെ മൂർധന്യത്തിലാണ് ഫെഡറൽ പോലീസിന് വാക്കാലുള്ള ഉത്തരവ് നൽകിയത്. ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ജർമ്മനിയുടെ അതിർത്തികളിൽ എത്തി. ജർമ്മനി സുരക്ഷിതമായ 3 രാജ്യങ്ങളാൽ മാത്രം ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ഇവയെ പിന്തിരിപ്പിക്കേണ്ടത് ചെയ്തില്ല എന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം തന്നെ പുതിയ ആഭ്യന്തരമന്ത്രി CSU പാർട്ടിക്കാരനായ അലക്സാണ്ടർ ഡോബ്രിൻറ്റ് റദ്ദാക്കിയിരിക്കുകയാണ്. അത് തന്നെ മേർക്കലിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 3,533 ദിവസങ്ങൾക്ക് ശേഷം മെർസും ഡോബ്രിൻറ്റും ജർമ്മൻ കര അതിർത്തികളിൽ നിലവിലുള്ള നിയമത്തിന്റെ റദ്ദാക്കലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ മുതൽ പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്വിറ്റ്സർലൻഡ് എന്നിവയുമായുള്ള അതിർത്തികൾ നിയന്ത്രണത്തിലാണ്. ജർമ്മൻ ഓസ്ട്രിയൻ അതിർത്തിയിൽ കുറച്ചു കാലമായി നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ സെപ്റ്റംബറിൽ ജർമ്മൻ റിപ്പബ്ലിക്കിന്റെയും കിഴക്കും തെക്കും ഭാഗങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് എന്നിവയുമായുള്ള അതിർത്തികളിലേക്ക് വ്യാപിപ്പിച്ചു. സെപ്റ്റംബർ 16 മുതൽ എല്ലാ കരാധിഷ്ഠിത ആന്തരിക ഷെങ്കൻ അതിർത്തികളിലും താൽക്കാലികമായി ആഭ്യന്തര അതിർത്തി നിയന്ത്രണങ്ങൾ നിലവിൽ വരുത്തി. ഫെഡറൽ പോലീസിന്റെ കണക്കനുസരിച്ച് ഏപ്രിൽ അവസാനത്തോടെ 33,406 അനധികൃത എൻട്രികൾ തടയാനായി. അത് മാത്രമല്ല, അനധികൃത അതിർത്തി കടന്നതുമായി ബന്ധപ്പെട്ട് 21,393 പേരെ അതിർത്തിയിൽ വെച്ച് തന്നെ തിരിച്ചയച്ചു. 1,247 പേർക്ക് വീണ്ടും പ്രവേശന വിലക്കും ഏർപ്പെടുത്തി. 835 കള്ളക്കടത്തുകാരെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്തു. 4,723 അറസ്റ്റ് വാറണ്ടുകൾ നടപ്പിലാക്കി. ഇടതുപക്ഷ, വലതുപക്ഷ, വിദേശ തീവ്രവാദി അല്ലെങ്കിൽ ഇസ്ലാമിക സ്പെക്ട്രത്തിൽ നിന്നുള്ള 600 പേരെ തിരിച്ചറിഞ്ഞു. എന്തായാലും പുതിയ ഗവൺമെന്റിന്റെ നടപടി എല്ലാവരെയും ഇപ്പോൾ പുതിയ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ബുധനാഴ്ച ജർമ്മനിയിൽ ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥർ എസ്പാനിൽ നടത്തിയ പരിശോധനയിൽ ടിക്കറ്റുകൾ കൈവശം വെക്കാതെ പകരം തോക്കുകൾ കൈവശം വെച്ചിരുന്ന 18ഉം 19ഉം വയസ്സുള്ള യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ഇതുകൂടാതെ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ പ്രത്യേക പോലീസ് യൂണിറ്റ് പരിശോധന നടത്തി. അതേസമയം ബെർലിൻ, ബാക്കോവിലെ ട്രോപ്കവേഗിലും തെരച്ചിൽ നടത്തി. സംശയിക്കപ്പെടുന്നവരുടെ വിലാസത്തിലും ഫെഡറൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കവർച്ചയുടെയും പിടിച്ചുപറിയുടെയും വളരെ ഗുരുതരമായ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് തലസ്ഥാനമായ ബെർലിൻ. മുമ്പ് ഫെയർ ഡോഡ്ജർമാർ ഇൻസ്പെക്ടർമാരെ ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിലാണ് പോലീസ് റെയ്ഡ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബെർലിൻ വിമാനത്താവളത്തിലേക്കുള്ള S-45 ഇൻസ്പെക്ടർമാർ 2 യുവാക്കളോട് ടിക്കറ്റ് ചോദിച്ചുവെങ്കിലും ടിക്കറ്റുകൾ കാണിക്കാൻ കഴിയാതെ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി. ഇവർ രണ്ടുപേരും പെട്ടെന്ന് തോക്കുകൾ പുറത്തെടുത്ത് റെയിൽവേ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഓടി ഒളിക്കുകയും ചെയ്യും. തുടർന്നാണ് ഇപ്പോൾ പോലീസ് പ്രത്യേക അന്വേഷണം, അത് മാത്രമല്ല നിരീക്ഷണ ക്യാമറയും വെച്ചിരിക്കുന്നത്. ഇവരുടെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ ലഭിച്ചതിനെ തുടർന്നാണ് പുതിയ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് പാരീസിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കണ്ടു. പാരീസിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശന വേളയിൽ പുതിയ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പ്രതിരോധ നയത്തിൽ ഫ്രാൻസുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. യൂറോപ്പിന്റെ സുരക്ഷാ പ്രതിരോധ ശേഷികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സംയുക്ത നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഇരുവരും പത്രസമ്മേളനത്തിൽ പറഞ്ഞത്.
മുൻ AfD നേതാവ് പുതിയ ജർമ്മൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. മുൻ AfD സഹനേതാവ് സ്വതന്ത്ര രാഷ്ട്രീയക്കാരിയുമായ ഫ്രോക്ക് പെട്രി പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. AfDയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം ഇവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലതുപക്ഷ തീവ്രവാദിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ മുൻ ചെയർപേഴ്സൺ ആണ് ഫ്രോക്ക് പെട്രി. പത്രോസിന്റെ അടുത്ത പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദിവ്യബലി ആരംഭിച്ചു. ഇതോടെ ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിന് തുടക്കമായി. വൈകുന്നേരം 4:30 പേപ്പൽ ഭവനത്തിലെ പൗളിൻ ചാപ്പലിൽ നിന്ന് സകല വിശുദ്ധരുടെയും ലുത്തീനിയ ആലപിച്ചുകൊണ്ട് കർദിനാളന്മാർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തി. 71 രാജ്യങ്ങളിൽ നിന്നുള്ള 233 കർദിനാൾ ഇലക്ടർമാർ പ്രദക്ഷിണമായിട്ടാണ് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിച്ചത്. ഓരോരുത്തർക്കും പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സിസ്റ്റൈൻ ചാപ്പലിൽ എത്തിയതിനു ശേഷം വേനി ക്രിയാത്തോർ സ്പിരിത്തോസ് എന്ന റൂഹാക്ഷണ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. വത്തിക്കാൻ സമയം 5:30 ആദ്യ വോട്ടെടുപ്പ് നടന്നത്. ആദ്യ ദിവസം തന്നെ ചാപ്പലിന് മുകളിൽ കറുത്ത പുക ഉയർന്നു. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ കറുത്ത പുക ഉയരുന്നതിനർത്ഥം പുതിയ മാർപ്പാപ്പായെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ്. പ്രതീക്ഷിച്ചതിലും 2 മണിക്കൂർ വൈകിയാണ് പുക സിഗ്നൽ വന്നത്. ഇതിനുള്ള കാരണങ്ങൾ വ്യക്തമല്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാളന്മാർ പുറം ലോകവുമായി ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഫലമില്ല എന്നാണ് കറുത്ത പുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുക ഉയർന്നതോടെ ആർക്കും 3/2 ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല. ഇനിയും വ്യാഴാഴ്ച ഉച്ചയ്ക്കും വൈകിട്ടുമായി 4 റൗണ്ട് തെരഞ്ഞെടുപ്പ് നടക്കും. കറുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പായെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നും വെളുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പായെ തെരഞ്ഞെടുത്തും എന്നുമാണ് സൂചിപ്പിക്കുന്നത്. വോട്ടവകാശമുള്ള 133 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. 89 വോട്ട് ലഭിക്കുന്നയാൾ കത്തോലിക്ക സഭയുടെ ഇടയനാകും. 2013 2-ാം ദിവസത്തെ അവസാന വോട്ടെടുപ്പിലാണ് ഫ്രാൻസിസ് പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത്. വ്യാഴാഴ്ച കർദിനാൾമാരിൽ ഒരാൾക്ക് 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാവിലെ 2 റൗണ്ടും ഉച്ചകഴിഞ്ഞ് 2 റൗണ്ടുമായി 4 റൗണ്ടുകളാണ് ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ത്യ UK വ്യാപാര കരാറിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. 3 വർഷം നീണ്ട സുദീർഘമായ ചർച്ചകൾക്കും വിവിധ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറെ സാമ്പത്തിക നയതന്ത്ര പ്രാധാന്യമുള്ള വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. UK ട്രേഡ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡും ഇന്ത്യൻ കൊമേഴ്സ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയലും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിന്നാലെയാണ് വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയത്. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രികൾ പരസ്പരം ഫോണിൽ സംസാരിച്ച പുതിയ വ്യാപാര ഉടമ്പടിക്ക് പച്ചക്കൊടി കാട്ടി. കരാർ ബ്രിട്ടനിലെ ബിസിനസ് മേഖലയ്ക്ക് ആകെയും കൺസ്യൂമേഴ്സിന് പ്രത്യേകിച്ചും വലിയ നേട്ടമായി മാറുമെന്ന് ട്രേഡ് സെക്രട്ടറി വിശദീകരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര ഉടമ്പടി ഒരു തരത്തിലും ഇരു രാജ്യങ്ങളുടെയും ഇമിഗ്രേഷൻ പോളിസിയെ ബാധിക്കില്ല എന്നാണ്. UKയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ ഒരു തരത്തിലും വ്യാപാര ഉടമ്പടിക്ക് തടസ്സമാകില്ലെന്നാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അതീവ ജാഗ്രത നൽകിയിരിക്കുകയാണ്. പാക് പ്രത്യാക്രമണം ഉണ്ടായേക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ശ്രീനഗർ ഉൾപ്പെടെ 18 വിമാനത്താവളങ്ങൾ അടച്ചു. 200-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ധർമ്മശാല, ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ, ജോധ്പൂർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളാണ് അടച്ചത്. ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വ്യോമസേന ഏറ്റെടുത്തു. ഉത്തരേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിലേക്കും നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മെയ് 10 വരെ ശ്രീനഗർ, ജമ്മു, ലേ, അമൃത്സർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എയർ ഇന്ത്യ വിമാന സർവീസുകൾ റദ്ദാക്കിയതായും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇതേ കാലയളവിൽ അമൃത്സർ, ശ്രീനഗർ എന്നിവ ഉൾപ്പെടെ വിവിധ ആഭ്യന്തര വിമാനത്താവളങ്ങളിൽ നിന്നുള്ള 65-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ഇൻഡിഗോയും ബുധനാഴ്ച അറിയിച്ചു. യാത്രക്കാർക്ക് റീഷെഡ്യൂളിൽ ഇളവുകൾ മുഴുവൻ റീഫണ്ടും എയർലൈൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ 2ാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.